ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരോടോ അപ്പച്ചനോടോ അമ്മച്ചിയോടോ ഞാൻ പറഞ്ഞില്ല. അവരാരും സ്വപ്നം പോലും കണ്ടില്ല. എല്ലാവരും ചോദിച്ചു പറഞ്ഞൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. എങ്കിലും ഞാൻ അന്നത്തെ സഭായം കഴിഞ്ഞ ശേഷമാണ് ശുശ്രൂഷകരെ എടുക്കുന്നത്. ഇതുപോലെ തിങ്കളാഴ്ചയല്ല. സഭായത്തിൽ ഞാൻ പോകാതെ വീട്ടുകാര്യങ്ങളൊക്കെ ക്രമീകരിച്ച ശേഷം അപ്പച്ചനും അമ്മച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശുശ്രൂഷകരെടുക്കുന്നൊന്ന് കാണാൻ പോവുകയാണ്, ഒന്ന് കണ്ടിട്ട് വരട്ടെ, എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ അമ്മച്ചിക്ക് എങ്ങനെയോ മനസ്സിലായി ശുശ്രൂഷയ്ക്ക് എഴുതി കൊടുക്കുമെന്ന്. ഏതായാലും ഈ പ്രാവശ്യം എടുക്കല്ലേ മക്കളെ, എഴുതി കൊടുക്കല്ലേടാ മക്കളെ എന്ന് പറഞ്ഞു. എങ്ങനെയോ അറിഞ്ഞു, എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങ് പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്ന് ഞാനൊരു ഫോം ഫില്ലപ്പ് ചെയ്ത്, അപ്പോൾ ഇവിടെ അന്നിരുന്നത് അവറാച്ചൻ പാസ്റ്ററാണ്. എന്നാൽ അതിന് മുമ്പ് ഇരുന്നത് കൊച്ചു സാറ് അപ്പനുണ്ടായിരുന്നു. താനിത് അറിഞ്ഞിട്ട് എൻ്റെ ഇന്ന് ഫോം വാങ്ങിക്കൊണ്ടുപോയി വാങ്ങി, നീ വേലയ്ക്ക് പ്രാവശ്യം ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൂരിപ്പിച്ചതായി ഫോമാണ്. പുള്ളി പറഞ്ഞു, നീ പ്രാവശ്യം ഇറങ്ങണ്ട, അത് കൊച്ചു പയ്യനാണ്, ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇന്ന് ഫോം വാങ്ങി വിട്ടങ്ങ് പോയി. ഞാൻ അവിടെ ചെന്ന് അടുത്ത് നിന്നിട്ട് വേറൊന്നും വാങ്ങി പൂരിപ്പിച്ചു കൊടുത്തു. അത് ഇദ്ദേഹം അറിഞ്ഞില്ല. ഞാനവിടെ പോയി സ്ഥലത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഞങ്ങളെ വേലയ്ക്ക് എടുക്കാൻ വന്നിരിക്കുന്നത് പാസ്റ്റർ സി ജോണാ. അന്ന് പാസ്റ്റർ യേശപ്പച്ചനാണ് ചീഫ് പാസ്റ്റർ. പാസ്റ്റർ യേശപ്പച്ചന് അന്ന് സൗഖ്യമില്ലാഞ്ഞത് കൊണ്ട് പാസ്റ്റർ സി ജോണിനെ അഭിഷേകം ചെയ്തതാണ് ഇവിടേക്ക് അയച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അന്ന് 55 പേര് കർത്താവ് വേലയ്ക്ക് ഉണ്ടായിരുന്നു. കൊട്ടാരക്ക സെൻട്രലിൽ മാത്രം, മറ്റ് സെൻട്രലൊന്നും ഇല്ല. അതത് സെൻട്രലുകളാണ് അന്ന് വേലയ്ക്ക് എടുക്കുന്നത്. 55 പേരുണ്ടായിരുന്നു. 55 പേരിലെ സഹോദരന്മാര് 5 ലൈനും സഹോദരിമാര് 7 ലൈനിലും ഇങ്ങനെ ഇരിച്ചിരിക്കുകയാണ്. ഈ പാസ്റ്റർ സി ജോണിന് അന്ന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് നിങ്ങൾ ചിലർക്ക് അറിയാം. പാസ്റ്റർ ജോണിന് അറിയാമെന്നറിയാം. 2 കണ്ണിനും പുള്ളി കാഴ്ചയില്ല. ഒരാളുടെ സഹായവും ഒരു വടിയും കയ്യിലുണ്ട്. അത് വെച്ചാണ് സഹായത്തിലാണ് പുള്ളി പോകുന്നത്. ഇദ്ദേഹമാണ് ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരാളുടെ സഹായത്തോടുകൂടെ ഒരു വടിയിൽ കുത്തി താൻ വന്ന് അവിടെ കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയതിന് ശേഷം വടി അങ്ങ് വാങ്ങി സഹായത്തിന് വന്ന ആളും അങ്ങ് മാറി. ഒരാളിങ്ങനെ 2 കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു വിശുദ്ധൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ഒരാൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ജോസഫ് കുട്ടി ആത്മാവിലൊന്നും നിറയരുത്, മേലോട്ടും ചാടോട്ടും ചാടരുത്, കാരണം പുള്ളി കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്. നീ ആത്മാവ് നിറയുമ്പോൾ തല വന്ന് ചിലപ്പോൾ പുള്ളിയുടെ താടിക്കിടിക്കും, അതുകൊണ്ട് മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ആത്മാവല്ലല്ലോ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ വിശുദ്ധന്മാരെ ശുശ്രൂഷയും കൊള്ളാമെങ്കിൽ എന്നെ കർത്താവിന് വിലക്കെടുക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് വലിയൊരു ശക്തി അവിടെ ഇറങ്ങി. ഈ മക്കളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒന്നാമതിരുന്ന ആളും രണ്ടാമതിരുന്ന എൻ്റെ തലയിലും കൈവച്ചു. മൂന്നാമത് ഈ ആത്മാവ് നിറയെന്ന് പറഞ്ഞ വ്യക്തിയുടെ തലയിൽ കൈവച്ചില്ല. അന്ന് ഇതുപോലെ ഇന്ന് ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവെക്കുന്ന പരിപാടിയില്ല. അന്ന് പരിശുദ്ധാത്മാവ് ആരെ എടുക്കുന്നു അന്ന് അതാ എടുപ്പ്, അല്ലാത്തൊരു മാറ്റം. അന്ന് 5 പേരെ വേലയ്ക്ക് എടുത്തില്ല, 5 ബാക്കിയുള്ളവരെടുത്തു. ശുശ്രൂഷയുടെ ഇടയിൽ ഈ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആള് ഒരാളുടെ സഹായമില്ലാതെ ഇത്രയും വ്യക്തികളുടെ സിസ്റ്റേഴ്സിന്റെ 7 ലൈനും ബ്രദേഴ്സിന് 5 ലൈനിലും പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി എടുക്കാത്തവരെ മാറ്റുവാനായിട്ട് മാറ്റുവാൻ ആള് കുറേ സിസ്റ്റേഴ്സിന്റെ സൈഡിൽ മദേഴ്സ് ഓടും, ബ്രദേഴ്സ് സൈഡിൽ പാസ്റ്റേഴ്സ് പിന്നാലെ ഓടും. അത്ര പക്ഷി പറക്കുന്ന പോലെ അവസ്ഥയായിരുന്നു. ഞാനൊന്ന് കണ്ണോട് നോക്കിപ്പോണ്ട് ആ വിശുദ്ധ നമ്പി നിപ്പോണ്ട്. ഞാൻ വെച്ച് എന്നെ മാത്രമേ എടുത്തോളൂ എന്ന് വിചാരിച്ചില്ല. എടുക്കേണ്ട എടുത്തു കഴിഞ്ഞു, മാറ്റി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് തന്നെ എല്ലാ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി, ആരുടെയും സഹായമില്ലാതെ 5 പേരെ അന്ന് എനിക്ക് എടുത്തില്ല. അതിനുശേഷം അന്ന് തന്നെ ആക്കിയ സ്ഥലത്ത് നിന്ന് അവിടുന്ന് തന്നെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ടെലിഫോണിൻ്റെ അരികെ വന്നപ്പോൾ ബെല്ലടിച്ച്, കറക്റ്റ് ടെലിഫോൺ ബെല്ല്. പാസ്റ്റർ യേശപ്പച്ചൻ വിളിക്കുകയാണ്, പാസ്റ്റർ സി ജോൺ ഉണ്ടോ? അതെ, അടുത്തുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. താൻ കൈ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ റിസീവർ കൈ കൊടുത്തു.
താൻ ഇങ്ങനെ പാസേഴ്സിനെ പറഞ്ഞു, ഇത്ര ബ്രദേഴ്സ്, ഇത്ര സിസ്റ്റേഴ്സ്, ടോട്ടൽ ആകെ 55 പേര് ശുശ്രൂഷയ്ക്കിരുന്നു. ഇത്ര ബ്രദേഴ്സ്, ഇത്ര സിസ്റ്റേഴ്സിനെ വേർതിരിച്ചു, ഇത്ര പേരെ തള്ളി. കറക്റ്റാണോ എന്ന് കർത്താവിനോട് സംസാരിച്ചെന്ന് പറഞ്ഞു. അതേ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, ദൈവമക്കളെ, ഒരു വ്യത്യാസമില്ലാതെ ഇവിടെ പരിശുദ്ധാത്മാവ് വേർതിരിക്കുമ്പോൾ പാസ്റ്റേഴ്സിനോട് പറഞ്ഞു എത്ര പേരെ വേർതിരിച്ചു, എത്ര പേര് വേർതിരിച്ചില്ല എന്ന്. ദൈവമക്കളെ, അവിടെ നിന്ന് എല്ലാ പാസ്റ്റേഴ്സും എല്ലാ വേലക്കാരും നൃത്തം ചെയ്തങ്ങ് ആത്മാവിലങ്ങായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ദൈവത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് 74 എന്നെ കർത്താവ് വേലയ്ക്ക് വേർതിരിച്ചത്. ദൈവമക്കളെ, അന്നു മുതൽ ദൈവത്തിന്റെ കൃപയാല്, മുമ്പേ നമ്മുടെ വടവോട്ട് കുഞ്ഞുച്ചാൻ സാക്ഷി പറഞ്ഞപോലെ, അപ്പച്ചൻ പറഞ്ഞതുപോലെ, വാസ്തവമായിട്ട് ദൈവസ്നേഹത്തിൽ, വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൽ, ഐക്യതയിൽ, സ്നേഹത്തിൽ ഒന്നായി ജീവിപ്പാൻ, അവരോട് കഷ്ടപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു സെൻട്രൽ ചുമതലയായിട്ട് എന്നെ വെച്ചിരിക്കുന്നു, കറക്റ്റാണ്. പക്ഷേ ഞാൻ കൊച്ചു വൈദ്യനെ പോലെ ഇപ്പോഴും ഞാൻ എല്ലാ വേലകളും ചെയ്യും. അതാണ് ഇന്നത്തെ എൻ്റെ ആരോഗ്യസ്ഥിതി. ഹല്ലേലൂയ. എല്ലാം ചോദിക്കും, എപ്പോൾ എന്തെങ്കിലും രോഗമുണ്ടോ, കഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറയും ഒന്നുമില്ലെന്ന് പറയും. ഒരു രോഗമില്ലെന്ന് പറയും. ദൈവകൃപയാൽ യാതൊരു അസുഖമില്ലാതെ ദൈവം എന്നെ പരിപാലിക്കുന്നത് കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. ശരീരത്തിൽ വേണ്ട സാധാരണ പറയുന്നതുള്ള അസുഖങ്ങളും ഒന്നും ദൈവകൃപയാൽ ഒന്നുമില്ല. ദൈവമക്കളെ, ഇപ്പോഴും ഞാൻ 2 പേരുടെ ജോലി ചെയ്യും, ജോലിക്കാരുടെ കൂടെ തന്നെ ജോലി ചെയ്യും. കാരണം ഒരു സെൻട്രൽ ബാസ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ നികളമാണ്. അത് ഞാൻ അനുസരിക്കുന്നത്. അത് ഞാൻ ആര്? ഒരു സാധുവായ മനുഷ്യൻ. എല്ലാ ദൈവമക്കളോട് എല്ലാ സ്ഥലത്തും എല്ലായിടങ്ങളിലും കഷ്ടപ്പെടണം, അധ്വാനിക്കണം. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായി പ്രതിഫലമുണ്ട്. ദൈവമക്കളെ, അല്ലേലൂയ. അതുകൊണ്ട് വേലക്കാരായാലും വിശ്വാസികളായാലും കഷ്ടപ്പെടണം. അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ആരോഗ്യമുണ്ട്, ബലമുണ്ട്. ഒരു രോഗമില്ലാതെ ദൈവം സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ആരംഭത്തിലുള്ള വിശുദ്ധന്മാരുടെയും അവിടെ പാത പിന്തുടരുന്നൊരു അനുഭവം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഓർക്കുന്നു. വെലങ്ങര സഭയിൽ അവിടെ ഒരു പാട്ട് പാടുമ്പോൾ, 2ാമത്തെ പാട്ട് പാടുമ്പോൾ എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് നിൽക്കും. പ്രത്യേകിച്ച് നിൽക്കുന്ന സഹോദരന്മാരാ. അന്ന് പഴയ ആൾക്കാരുള്ളവർക്ക് മാത്രം അറിയാം. അവർ എഴുന്നേറ്റ് കൈയങ്ങൾ കോർക്കും. സഹോദരിമാർ അപ്പോൾ എഴുന്നേറ്റ് കൈകളെ കോർക്കും. ആത്മാവിൽ അങ്ങ് നൃത്തം ചെയ്യും. അതിനിടയിൽ കൈ ഓർക്കുമ്പോൾ അതിനിടയിലുള്ള ആരെങ്കിലും ഒരാളെങ്കിലും അഭിഷേകം പ്രാപിക്കാതെ ഉണ്ടെങ്കിൽ അവർ അഭിഷേകം പ്രാപിച്ചിരിക്കും. അതായിരുന്നു അന്നത്തെ ഉണർവ്. ഇന്ന് വെല്ലങ്ങറയിൽ അങ്ങനെ ഒരു ലെവൽ അതിൻ്റെ ഒരു 4-1 പോലും ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. അന്നത്തേതായ ഉണർവിന്റെ ശക്തിയാണ് വാസ്തവമായിട്ട് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ഉത്സാഹിപ്പിച്ചത്. അവറാച്ചൻ പാസ് ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളെ കുറച്ച് ചെറുപ്പക്കാരെ വലിയ ഉയരമുള്ള പാറകളിൽ കൊണ്ടുപോകും. പെട്രോമാസ് എടുത്ത് ചുമക്കുന്നത് ഞാനാണ്. തലയിൽ വെച്ച് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ പോകും. വേറൊരാൾ ഡ്രം എടുക്കും. അങ്ങനെ ചെറുപ്പക്കാർ കുറച്ച് പേര് മലകളിൽ പോയിട്ട് ഒരു കോളാമ്പൂ പോലുള്ള ഒരു സാധനം ഉണ്ടാക്കും. അതിനെടുത്ത ശേഷം അതുകൊണ്ട് വാക്യങ്ങൾ വിളിച്ചു പറയുക. ഞങ്ങൾ വാക്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ അവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഹിന്ദുക്കളോ എല്ലാ മറ്റ് ജാതിപ്പെട്ടവരൊക്കെ ഉണ്ട്. ഞങ്ങൾ വിളിച്ചു പറയുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രാത്രി 12 മണിക്ക് 10 മണിക്ക് 11 മണിക്കൊക്കെയാ ഞങ്ങൾ കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് തരും. ഞങ്ങൾ പാറയുടെ മുകളിൽ കൊണ്ട് തരും. ഞങ്ങൾ ദൈവത്തെ സ്തോത്രം. ഇത് കഴിഞ്ഞ ശേഷം തിരിച്ചു വരുമ്പോൾ 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ അന്ന് അർദ്ധരാത്രിയിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. എല്ലാവർക്കും സന്തോഷമാണ്. ഓരോ മലകളിൽ കൊണ്ടുപോകും. അങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനത്തിന്റെ തുടക്കം. നമ്മുടെ അവറാച്ചൻ പാസ്സായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അന്ന് ഉണ്ടായിരുന്ന ചില ദൈവമക്കൾ ഇന്നും ഉണ്ട്. ഇന്നത്തെ പിൻതലമുറകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കഷ്ടപ്പാട്, അധ്വാനം, പാടുപെടുന്ന പ്രവർത്തിക്കുന്നെങ്കിൽ, പ്രയത്നിക്കെങ്കിൽ അത് ഏറ്റവും മഹത്വമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്താൽ എന്നോട് ദൈവം സംസാരിച്ചനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ച് നാൾ മുതൽ ഇന്നയോളം ദൈവം എന്നെ സഹായിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഏകദേശം 39 വർഷത്തോളമായി കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് ഈ 39 വർഷക്കാലവും ദൈവം എന്നെ പരിപാലിച്ചു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ ശേഷം പിന്നെ ജനിച്ചവരും വളർന്നിട്ട് കല്യാണം കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഞാനിപ്പോൾ എന്നെ അറിയാതെ നോക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ എല്ലാവരെയും ഒന്നും അറിയാൻ കഴിയുന്നില്ല, പിൻതലമുറകളെ. എന്നാൽ ദൈവമക്കളെ, ആത്മാവിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് സന്തോഷമുണ്ട്. കൃപയാൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ ശേഷം എന്നെ ട്രെയിനിങ് ആയിട്ട് മദ്രാസിൽ വിട്ടതൊന്നുമില്ല.
നിന്നെ മദ്രാസിൽ നിന്നും വിടുന്നില്ല, നീ പോയാൽ അവിടെ കിടന്ന് ചത്തുപോകുന്നു പറഞ്ഞുകൊണ്ട് എന്നെ വിട്ടില്ല, എന്നെ ഇവിടെ നിർത്തിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതും എനിക്കൊരു നഷ്ടമായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവിടെ പോയിരുന്നെങ്കിൽ പല ഗുണങ്ങളുണ്ടായേനെ, പല ഭാഷകൾ പഠിക്കാൻ കഴിഞ്ഞെന്നെ, അങ്ങനെ എല്ലാ നിലയിലും നല്ലതായിരുന്നു തന്നെ. പക്ഷെ എന്നെ വിട്ടില്ല. ഇവിടെ എന്നിട്ട് എന്നെ പഠിപ്പിച്ചത്, ഇവിടെ ഒരു വർഷക്കാലം എനിക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ പോവുക, അവിടുത്തെ വേല ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രെയിനിങ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താ പഠിക്കാനാ? ഒരു ബൈബിൾ സ്റ്റഡി പോലും കിട്ടിയിട്ടില്ല, ഒരു പ്രാർത്ഥന പോലും കിട്ടിയിട്ടില്ല, ഒരു ഉപവാസ പ്രാർത്ഥന പോലും കൂടാൻ കൊടുത്തിട്ടില്ല. കാരണം അന്നത്തെ കഷ്ടപ്പാടുകൾ, അധ്വാനം, പ്രവർത്തിക്കണം, രാവും പകലും പ്രവർത്തിക്കണം. രാത്രിയിൽ ഇപ്പോൾ ഉമ്മന്നൂരിരിക്കുന്ന അമ്മച്ചിയാണ്, കുട്ടിയമ്മച്ചിയാണ്, അന്ന് രാത്രി 12 മണിക്കും 1 മണി വരെ എനിക്ക് പണി കാണും. അന്ന് ബാപ്പാല ശോശമ്മച്ചിയാണ്, സെൻട്രമ്മച്ചിയാണ്. അമ്മച്ചി പറയും, ജോസഫ് കുട്ടിക്ക് വേണ്ടി സമയം നോക്കി ആഹാരം കൊടുക്കാൻ നിൽക്കേണ്ട, രാത്രിയിൽ അർദ്ധരാത്രി കഴിയുമ്പോൾ 11 മണി കഴിയുമ്പോൾ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം, അല്ല ബ്രെഡോ എന്ന് കൊടുത്തതിന് ശേഷം കുട്ടിയമ്മ നീ ഉറങ്ങിയാൽ മതി എന്ന് പറയും. കാരണം അപ്പോഴും എൻ്റെ പണിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവീയമായ ദൈവത്തിൽ സന്തോഷിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പാടുപെട്ടത് കൊണ്ട്, പ്രവർത്തിച്ചത് കൊണ്ട്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന നന്ദി മറന്നുകളവന്തക്കൊണ്ട് അനീതിയുടെ ദൈവമല്ലെന്ന് കാണുന്ന പോലെ അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ ദൈവം സഹായിച്ചതിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാനും കഷ്ടപ്പെടുവാനും പ്രവർത്തിപ്പാനും അധ്വാനിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി നീ പറയുകയാണ്. കൃപയാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ ഞാൻ സന്തോഷമായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്വദേശത്ത് തന്നെ കൊട്ടാരക്കരയിൽ വന്ന് ഒരു ചെറിയ വേലക്കാരനായിട്ട് കർത്താവിന്റെ വേല ചെയ്യുക. നിങ്ങളെല്ലാവരോടും ചേർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്നിച്ച് സന്തോഷമായിട്ട് ഒരു മനസ്സോടെ ദൈവസ്നേഹത്തെ നിറഞ്ഞ് ദൈവം കൃപ നൽകട്ടെ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലെയാണ് എൻ്റെ ചിന്ത. മനസ്സിൽ എൻ്റെ മനസ്സ് മൊത്തം അതാണ്, ഒരു 16 വയസ്സേ ഉള്ളെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എല്ലായിടത്തും നമുക്കൊരു പ്രായത്തിൻ്റെ അനുഭവം ഓർക്കുന്നില്ല, ഒന്നുമില്ല. എങ്കിലും ദൈവമക്കളെ, നമ്മുടെ അപ്പച്ചൻ്റെ സാക്ഷി പറഞ്ഞല്ലോ 100 വയസ്സ് കഴിഞ്ഞെന്ന്. അങ്ങനെ നോക്കാൻ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന പലരും അവരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അമ്മച്ചിയും കർത്താവിന്റെ വേലയ്ക്ക് വന്നിട്ട് 51 വർഷമായി. 51 വർഷം അല്ല, അതെ, 51 വന്നു. 51 കർത്താവിന്റെ വേലയ്ക്ക് വന്നു. അമ്മച്ചി കർത്താവിന്റെ വേലയ്ക്ക് വരുമ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചതായ ശുശ്രൂഷകരുടെ പാതയും കഷ്ടപ്പാടും അധ്വാനവും പട്ടിണിയും പ്രയത്നങ്ങളും ദൈവമക്കളെ വാസ്തവമായിട്ട് നമുക്ക് എത്രമാത്രം പറഞ്ഞാലും നമുക്ക് പോരാ. ദൈവമക്കളെ, പഴയ അനുഭവങ്ങളും ഉണ്ടായ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും അധ്വാനവും പാടുപെട്ടതും പ്രവർത്തിച്ചതും വേലയുടെ ആരംഭ അനുഭവങ്ങളൊക്കെയും ഇന്നത്തെ തലമുറകൾ കേൾക്കേണ്ടത് തന്നെയാണ്. വാസ്തവമായിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, ആനന്ദമാണ്. ദൈവമക്കളെ, ദൈവീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് നാം പ്രത്യാശയോട് ജീവിക്കുന്നെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായിട്ട് മാനിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനൊരു വലിയ ഐക്യതയുടെ അനുഭവം നമ്മൾ തന്നനായ ദൈവമക്കൾ ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വലിയ സാക്ഷി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായത്, നടത്തിപ്പാരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനം, ഞങ്ങൾ ഐക്യമായിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക്. എനിക്കതാണ് ഏറ്റവും സന്തോഷം. ദൈവത്തിന്റെ സ്തോത്രം. വേലക്കാരും വിശ്വാസികളും ചേർന്ന് ഒന്നിച്ച് ഐക്യമായി ജീവിക്കുന്നു എന്ന് കേട്ടാൽ അതുപോലെ സന്തോഷം വേറൊന്നുമില്ല. ദൈവമക്കളെ, എല്ലാ ഇടങ്ങളിലും അങ്ങനെ ഐക്യത ഉണ്ടാകട്ടെ, ഒരു മനസ്സുണ്ടാകട്ടെ. ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.